ആദർശ് നയനയുമായിട്ട് ഹോസ്പിറ്റലിലോട്ട് ചെക്കപ്പിന് വന്നത് വേണു ഹോസ്പിറ്റൽ വെച്ച് കാണാണ്. ഇവൻ എന്തിനാ ഇവളെ കൂട്ടി ഹോസ്പിറ്റലിലോട്ട് വന്നിരിക്കുന്നേ? കണ്ടിട്ട് ഇവൾക്ക് നല്ല തളർച്ചയൊക്കെ തോന്നുന്നുണ്ടല്ലോ. എന്തായാലും ഈ വിവരം അറിയിക്കേണ്ടവരെ അറിയിക്കണം എന്നും പറഞ്ഞ് അനാമികയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയാണ്. ഇത് കേട്ടതും എങ്ങനെയെങ്കിലും ദേവയാനിയുടെ മനസ്സിൽ ആദർശിനോടും നയനയോടും വിരോധം ഉണ്ടാക്കണമെന്ന് കരുതി അനാമിക വേഗം ദേവയാനിയോട് പോയി പറയുന്നുണ്ട്. ആദ്യം വെള്ളമൊക്കെ എടുത്ത് ദേവയാനിക്ക് മരുന്ന് കൊടുക്കുന്നുണ്ട്. വല്യമ്മ എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നേ? എന്താ എന്ന് അനാമിക ചോദിക്കുമ്പോ ദേവയാനി പറയുന്നുണ്ട്, ഞാൻ ആ കുട്ടിയെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. എനിക്ക് ലിവർ തന്നില്ലേ ആ കുട്ടിയെക്കുറിച്ച്. ഇപ്പൊ ഏതു നേരം വല്യമ്മയ്ക്ക് ആ കുട്ടിയെക്കുറിച്ചുള്ള ആലോചന മാത്രമേ ഉള്ളൂല്ലോ. എന്തായാലും മോള് ആ കുട്ടിയെ കണ്ടില്ലല്ലോ. എങ്ങനെ കാണാനാ വല്യമ്മേ? ആ സമയത്ത് നയനയും അവളുടെ അമ്മയും ആ നന്ദുവൊക്കെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നില്ലേ? എങ്ങനെ വന്ന് കാണാനാ? അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് വന്നില്ല. എന്തായാലും ആ കുട്ടിയെ ഒന്ന് പോയി കാണണം. ആ കുട്ടിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം. എന്നാ അപ്പോഴായിരിക്കും അനാമിക പറയുന്നത്, വല്യമ്മേ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ ആദർശേട്ടനെ വല്യമ്മയുടെ വാക്കിന് ഒരു വിലയുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ അവളെ കുട്ടി ഹോസ്പിറ്റലിലോട്ട് പോവോ? എൻ്റെ അച്ഛൻ കണ്ടു എന്നാ പറഞ്ഞത് ഹോസ്പിറ്റലിൽ വെച്ച്. അവൾക്കാണെങ്കിൽ നല്ല തളർച്ചയും ക്ഷീണവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്കൊരു സംശയം, ഇനി അവൾക്ക് വിശേഷം വല്ലതും ഉണ്ടോ എന്ന്. ഇത് കേട്ട് ദേവയാനി ഒന്ന് ഞെട്ടുന്നുണ്ട്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല മോളെ. അതൊന്നും പറയാൻ പറ്റില്ല വല്യമ്മേ. ചിലപ്പോ അങ്ങനെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. എനിക്കറിയാം വല്യമ്മ എത്രമാത്ര ആദർശേട്ടനെ സ്നേഹിക്കുന്നതെന്ന്. എന്നാ അതൊന്നും തിരിച്ച് ആദർശേട്ടൻ കാണിക്കുന്നില്ലല്ലോ. അതോർക്കുമ്പോഴാ എനിക്ക് സങ്കടം. എന്തായാലും അവൾ എന്തൊക്കെയോ വിഷം ആദർശേട്ടന്റെ മനസ്സിൽ കുത്തിവെച്ചിട്ടുണ്ട്. അതുകൊണ്ടാ ആദർശേട്ടനെ ഈ മാറ്റമൊക്കെ. ഇനി പതിയെ പതിയെ ഈ വീട്ടിൽ നിന്ന് ആദർശേട്ടനെ പിരിക്കാനും അവള് ശ്രമിക്കും. അവള് വീട്ടിൽ പോയി നിൽക്കുമ്പോൾ ആദർശേട്ടൻ അവളെ കാണാനായിട്ട് പോകുന്നുണ്ടല്ലോ. ഭാര്യമാര് വീട്ടിൽ പോയി നിൽക്കുന്ന സമയത്ത് ഭർത്താക്കന്മാർ ഇതുപോലെ പുറകെ പോയി കഴിഞ്ഞാൽ എല്ലാ ഭാര്യമാരും അതൊരു തഞ്ചായിട്ട് തന്നെ എടുക്കും. അതുകൊണ്ട് ആദർശേട്ടൻ ഇനി അധികകാലൊന്നും വല്യമ്മയുടെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവള് ആദർശേട്ടനെ കയ്യിലെടുത്ത് കൊണ്ടുപോകും. ഇത് കേട്ട് ദേവയാനി ആകെ സങ്കടത്തിലായിരിക്കും. അങ്ങനെ അനാമിക വിഷം കുത്തിവെച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീടായിട്ട് ഡോക്ടർ നയനയുടെ റിപ്പോർട്ട്സ് എല്ലാം പരിശോധിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി ഇങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. ആള് ഓക്കെ ആയിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ ജോലിയൊക്കെ ചെയ്യാം. ഇപ്പൊ ഇയാൾക്ക് ഒരു കുഴപ്പമില്ല എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. ഇത് കേട്ട് നയനയ്ക്കും ആദർശനും ഒരുപാട് സന്തോഷാവുന്നുണ്ട്. പിന്നീടായിട്ട് ഡോക്ടർ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നുണ്ട്. ഒരു വിചിത്രമായ ജീവിതം തന്നെയാ നിങ്ങളുടെ. അമ്മായിയമ്മയ്ക്ക് മരുമകളാണ് ലിവർ കൊടുത്തതെന്ന് അമ്മായിയമ്മയ്ക്ക് അറിയില്ല. ഇത്രയും വലിയ കാര്യം ചെയ്ത മരുമകള് സ്വന്തം വീട്ടിൽ പോയി നിൽക്കുന്നു. എല്ലാം അറിഞ്ഞ് മൂർത്തി സാർ എന്നെ വിളിച്ചിരുന്നു. ആ സമയത്ത് മോളോടുള്ള സ്നേഹം എനിക്ക് മനസ്സിലായി. എന്തായാലും മുത്തശ്ശന് നയനയെ അത്രമാത്രം ഇഷ്ടാ. മുത്തശ്ശൻ എൻ്റെ അടുത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇനി നിങ്ങൾ വരുമ്പോ ഇവിടെ ഗൈനക്കോളജിസ്റ്റിനെ ഒന്ന് കാണിക്കണമെന്ന്. കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായിട്ടും നിങ്ങൾക്ക് കുട്ടികളൊന്നും ഉണ്ടാവാത്തതിൽ മുത്തശ്ശൻ ഒരുപാട് സങ്കടമുണ്ട്. അതുകൊണ്ടാ എൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്തായാലും ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്യാം. എത്രയും വേഗം നിങ്ങൾക്കൊരു കുഞ്ഞു വേണമെന്ന് മുത്തശ്ശൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം. ആൾക്കിപ്പോൾ ആരോഗ്യസ്ഥിതിയൊക്കെ വളരെ മോശമല്ലേ. അതുകൊണ്ട് തന്നെ അവരുടെ ആഗ്രഹമൊക്കെ സാധിച്ചു കൊടുക്കണ്ടേ. എന്നാ ശരി എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. അങ്ങനെ ആദർശും നാനയും അവിടെ നിന്ന് ഇറങ്ങാണ്. അപ്പോഴായിരിക്കും ദേവയാനിയുടെ കോള് വരുന്നത്. ആദർശ് പറയുന്നുണ്ട്, അമ്മയാണല്ലോ, ഇനി എന്തിനാന്നാവോ വിളിക്കുന്നതെന്ന്. ആദർശേ നീ എവിടെയാ? അത് പിന്നെ അമ്മേ, ഞാൻ ഹോസ്പിറ്റലോ? അതെന്താ നീ ഹോസ്പിറ്റലിലോട്ട് പോയേ? അത് നയനയ്ക്ക് ചെറിയൊരു തലവേദന. അപ്പോൾ ഡോക്ടറെ കാണിക്കാനായിട്ടാ. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അവൾക്ക്? ഇല്ല, കുഴപ്പമൊന്നുമില്ല. അല്ല, വെറും തലവേദന തന്നെയല്ലേ? അതെന്താ അമ്മേ അങ്ങനെ ചോദിച്ചേ? അല്ല, ഇനി വിശേഷം വല്ലതും ഉണ്ടോ? അതിനാണല്ലോ തലവേദനയും ഛർദിയും ഒക്കെ ഉണ്ടാവുക. ഇനി അങ്ങനെ വല്ലതും ആണോ? അമ്മ എന്തൊക്കെയാ ചോദിക്കുന്നേ? അമ്മയുടെ മനസ്സിൽ ആരെങ്കിലും വിഷം കുത്തിവെച്ച് കാണും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ. എന്തായാലും നീ ഹോസ്പിറ്റലല്ലേ, അതറിഞ്ഞത് സത്യമല്ലേ? അപ്പൊ പിന്നെ അറിയാനായിട്ട് ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചതാ. അങ്ങനെയൊന്നുമില്ല അമ്മേ. അമ്മ വെറുതെ മനസ്സിൽ അതും ഇതൊക്കെ ആലോചിച്ച് കിടക്കണ്ട. അങ്ങനെ ഫോൺ കട്ട് ചെയ്യാണ്. എന്താ ചേട്ടാ, എന്താ കാര്യം? അമ്മ എന്താ ചോദിച്ചേ? അമ്മ ചോദിക്കാൻ പറ്റാത്ത ചോദ്യാ ചോദിച്ച്. നിനക്ക് വിശേഷം ഉണ്ടോന്നാ എന്നോട് ചോദിച്ചത്. എന്താ ചെയ്യാ, അമ്മയ്ക്ക് ഓരോരോ വിഷം കുത്തിവെക്കാൻ അവിടെ ഓരോരുത്തരില്ലേ. അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ പറയും എന്നും പറഞ്ഞ് ആദർശ് നായനെ കൂട്ടി പോവാണ്. അബി എങ്ങോട്ടാ പോവാനായിട്ട് ഇറങ്ങാണ്. ഈ സമയത്ത് നവ്യ വന്ന് ചോദിക്കുന്നുണ്ട്, നീ എങ്ങോട്ടാ പോന്നേ?
ഞാൻ എവിടെ പോയാലും നിനക്കെന്താ? എനിക്കറിയാം നീ ഇവിടുന്ന് എന്നിൽ നിന്ന് രക്ഷപ്പെടാനല്ലേ പോകുന്നത്. എന്റെ മുഖം കാണാതിരിക്കാനായിരിക്കും നീ ഇവിടുന്ന് പോകുന്നുണ്ടായിരിക്കുക. അതെ, അങ്ങനെ തന്നെ കൂട്ടിക്കോ. അല്ല, നീ ഭക്ഷണം കഴിക്കുന്നില്ലേ? ഭക്ഷണം കഴിക്കണം. ഓഹോ, അപ്പൊ നീ ഭക്ഷണം കഴിക്കും. ഇന്നേ അമ്മായിയുടെ പക്കനാളാണല്ലോ, ഒരിക്കലുണ്ടെന്ന് പറഞ്ഞതല്ലേ. എന്നിട്ട് നീ എന്തിനാ ഭക്ഷണം കഴിക്കുന്ന കാര്യം പറയുന്നേ? ഓ, അത് ഞാൻ മറന്നതാ. ഞാനെന്തായാലും അമ്മായിക്ക് വേണ്ടിയിട്ട് ഈ ഒരിക്കൽ എടുക്കും. അതിനെ ആദർശേട്ടനും അനിയും എടുക്കുന്നതിനെക്കാട്ടിലും നന്നായിട്ട് തന്നെ വെല്ലുമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാനിത് ചെയ്യും. ഓ, നടന്നു തന്നെ ആയിരിക്കും. ഞാനിന്നേ ഒരു ജ്യൂസ് പോലും കുടിക്കില്ല. അത്രയും വ്രതത്തിലായിരിക്കും. നിന്നെ കൊണ്ടൊന്നും ഒന്നും കഴിക്കാതിരിക്കാൻ പറ്റില്ല. അത് നീയാണോ തീരുമാനിക്കുക? എൻ്റെ വെല്ലുമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം ഞാനത് ചെയ്യും. നിന്നെ കൊണ്ടത് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞാൻ ഭക്ഷണം കഴിക്കുന്നതേ നീ കാണിച്ചാൽ നിനക്ക് ഞാനൊരു സ്വർണ്ണമോതിരം വാങ്ങിത്തരാം. അതിന് നീ പുറത്തു പോകുമ്പോൾ എങ്ങനെയാ നീ ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഞാനറിയാം. അതൊന്നും നീ അറിയണ്ട. ഞാൻ എന്തായാലും വെല്ലുമ്മയ്ക്ക് വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കില്ല എന്ന് അഭി പറയുന്നുണ്ട്. എന്നാ കാണാ, അല്ലെങ്കിലും നീ ഇപ്പം നോൺ വെജ് ഒക്കെ കഴിക്കുന്നുണ്ട്. അതിനൊന്നും ഒരു തെളിവുമില്ല. പിന്നെ നീ എൻ്റെ അടുത്ത് സംസാരിക്കാൻ നിൽക്കണ്ട എന്നും പറഞ്ഞ് അഭി പോകുന്നുണ്ട്. എന്നാ നവ്യ ചിന്തിക്കുന്നുണ്ട്, എന്തായാലും ഇവനെ ഫോളോ ചെയ്യണം. ഇവൻ ഭക്ഷണം കഴിക്കുന്നത് എന്തായാലും ഞാൻ കണ്ടുപിടിക്കും എന്നൊക്കെ നവ്യ ചിന്തിക്കുകയാണ്. അഭിയാണെങ്കിൽ നേരെ പോകുന്നത് ഒരു റെസ്റ്റോറൻറ്റിലോട്ടായിരിക്കും. അവിടെ അഭിയുടെ കൂട്ടുകാരനും ഉണ്ടായിരിക്കും. ഭക്ഷണം എല്ലാം ഓർഡർ ചെയ്തിരിക്കുകയായിരിക്കും. നീ പറഞ്ഞ പോലെ എല്ലാം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വേണമെങ്കിൽ നീ തന്നെ ഓർഡർ ചെയ്യേ എന്നൊക്കെ അഭിയോട് പറയുന്നുണ്ട്. എന്താ അറിയില്ല, ഭയങ്കര വിശപ്പ്. വീട്ടിലാണെങ്കിലേ ഓരോരോ നിയമങ്ങളാ. ഇന്നിപ്പോ വല്യമ്മയുടെ പക്കനാളാത്രേ എന്ന് കരുതിയിട്ട് ഒരിക്കലൊക്കെ എടുക്കാൻ പറ്റുമോ? ഇതൊക്കെ പഴയ ആൾക്കാർ ചെയ്യുന്നതല്ലേ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല. അങ്ങനെയല്ല, നിന്റെ വല്യമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ അതൊക്കെ ചെയ്യുന്നത്. നല്ലതാ. നിനക്കെന്താ ഭ്രാന്തുണ്ടോ? അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങോട്ടേക്ക് നവ്യ ഓട്ടോയിൽ വരുന്നുണ്ട്. അവൻ ഈ റെസ്റ്റോറൻറ്റിൽ തന്നെയാ ഉള്ളത്. അങ്ങനെ ഉള്ളിലോട്ട് കയറുന്നുണ്ട്. അങ്ങനെ നയന അഭിയിരിക്കുന്നതിന്റെ തൊട്ടടുത്ത സീറ്റിൽ തലയൊക്കെ മൂടിയിരിക്കുന്നുണ്ട്. ആഹാ, അപ്പം അവിടുന്ന് ഭക്ഷണം കഴിക്കുകയാണല്ലേ എന്നും പറഞ്ഞ് നയന വീഡിയോ എടുക്കാണ്. ആർത്തി കണ്ടില്ലേ, ഭക്ഷണം കാണാതെ കിടക്കുന്ന പോലെയാ ഇവൻ ഭക്ഷണം കഴിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നീ എനിക്കൊരു സ്വർണ്ണമോതിരം തരാമെന്ന് പറഞ്ഞില്ലേ, നിന്നെക്കൊണ്ടേ ഞാൻ കുറച്ച് ചെലവാക്കിപ്പിക്കും എന്ന് നവ്യ പറയാണ്. അങ്ങനെ വീഡിയോ എടുത്ത് നേരെ നവ്യ വീട്ടിലോട്ട് പോകുന്നുണ്ട്. വീട്ടിലാണെങ്കിൽ അനാമികയും വല്യമ്മയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരിക്കൽ എടുക്കുന്നുണ്ട്. എന്നാ എല്ലാവരുടെയും മുൻപിൽ അനാമിക ജലപാനം കഴിക്കുകയോ കുടിക്കുകയോ ഒന്നും ചെയ്യില്ല എന്നായിരിക്കും. പക്ഷെ അനാമികയും ഭക്ഷണമെല്ലാം എടുത്ത് കഴിക്കുകയാണ്. ഇതും നമ്മുടെ നവ്യയുടെ കണ്ണിൽ പെടുകയാണ്. നവ്യ ഇതും വീഡിയോ എടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെയും കള്ളക്കളി നവ്യ പൊളിക്കുന്നുണ്ട്. അഭി തിരികെ വീട്ടിലോട്ട് വരുന്ന സമയത്ത് നവ്യ ചോദിക്കുന്നുണ്ട്, ഇന്ന് നീ ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ? ഞാനൊന്നും കഴിച്ചിട്ടില്ല, ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ട്. എന്നാലും വല്യമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ, അത് ഓർക്കുമ്പോഴാ എനിക്കൊരു സമാധാനം എന്ന് അഭി പറയാണ്. അതെ അതെ, അപ്പൊ നീ ഇന്ന് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല ഇല്ലാന്നല്ലേ പറഞ്ഞത്? നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്നാലേ നീ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. അങ്ങനെ വീഡിയോ കാണുന്ന അഭി ആകെ ഞെട്ടുന്നുണ്ട്. കണ്ടോ, നീ ഇന്ന് റെസ്റ്റോറൻറ്റിലിരുന്ന് നിന്റെ കൂട്ടുകാരനൊത്ത് ഭക്ഷണം കഴിക്കുന്നതാ ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. നീയല്ലേ പറഞ്ഞിരുന്നു ഭക്ഷണമൊന്നും കഴിക്കില്ല എന്ന്. അത് പിന്നെ അത് എന്തായാലും നീ ഇനി അതും ഇതൊന്നും പറയണ്ട. നീ എനിക്ക് തരാമെന്ന് പറഞ്ഞ ആ സ്വർണ്ണമോതിരം അതിങ്ങ് വാങ്ങിച്ചു കൊണ്ടുവാ. അല്ലെങ്കിലേ ഈ വീഡിയോ ഞാനിവിടെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. അപ്പം പിന്നെ നിന്റെ കാര്യം അറിയാലോ. അല്ലെങ്കിലേ നീ ഇവിടെ കള്ളനാ. അപ്പം പിന്നെ ഇക്കാര്യം കൂടെ ചെയ്ത് എല്ലാവരും അറിഞ്ഞാൽ നീ നാണം കെടും. അതുകൊണ്ടേ മര്യാദയ്ക്ക് വാക്ക് പറഞ്ഞത് പോയി വാങ്ങിച്ചിട്ട് വാ എന്ന് നവ്യ അഭിയോട് പറയുന്നുണ്ട്. അഭിക്കാണെങ്കിൽ മറുത്തൊന്നും പറയാനും പറ്റുന്നില്ല. അഭി അങ്ങനെ നവ്യയ്ക്ക് മോതിരം വാങ്ങിക്കാനായിട്ട് പുറത്തോട്ട് പോവാണ്.